ഡോക്ടർ ജയരാജ്, ഇപ്പോൾ ആരാരെയാണ് വഞ്ചിച്ചത്? ചതിച്ചു എന്ന് പറയുന്നത് ആ, ആ, മന്ത്രിയാണ്. മന്ത്രിയാണ് ചതിച്ചു എന്ന് പറയുന്നത്. ചതിച്ചത് ആരാണ്? യഥാർത്ഥത്തിൽ പാർട്ടിയാണോ ചതിച്ചത്, അതോ ആ, സുധാകരനാണോ? ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കാറുണ്ട്. പ്രധാനമായിട്ടും ജി സുധാകരന്റെ കാര്യം പറയുമ്പോൾ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് ഗുരുതരമായ അച്ചടക്ക ലംഘനത്തെ തുടർന്നാണ്. MVR പാർട്ടിയിൽ നിന്ന് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് അദ്ദേഹത്തിന് ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസിന്റെ പുറത്താണ്. അസമയം ജി സുധാകരന്റെ കാര്യം എടുത്തു നോക്കൂ. ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്വതന്ത്രനായി മത്സരിക്കുന്നു. 20 വർഷം MLA ആയിരുന്ന ആൾ, 2 ടേൺ മന്ത്രിയായിരുന്ന ആൾ, ജില്ലാ കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന ആൾ, ഇങ്ങനെ വിവിധ സ്ഥാനങ്ങളിൽ SFI കാലം തൊട്ട് KSF കാലം തൊട്ട് തുടർന്ന് പ്രവർത്തിച്ചു വന്ന ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു സഖാവ് ഇങ്ങനെ പെരുമാറുന്ന എന്തുകൊണ്ടാണ്? പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി അദ്ദേഹത്തിന് മൈൻഡ് ചെയ്തില്ലെന്ന് വെച്ചിട്ടാണോ? ആദ്യമേ പോകുന്നത് ജി സുധാകരന്റെ വീട്ടിലേക്കാണ്. MA ബേബി ചാർജ് എടുത്ത ഉടനെ തന്നെ കേരളത്തിൽ ആദ്യ സന്ദർശനം നടത്തുന്നത് ജി സുധാകരനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പാർട്ടി കൊടുക്കേണ്ടത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി കണ്ടിട്ട് അവിടുത്തെ ഒരു ലോക്കൽ പരിപാടിയിൽ വിളിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ MLA കണ്ടിട്ട് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്രയും വലിപ്പത്തിൽ പരിപാടികളായിരുന്നോ ഡോക്ടർ ജയരാജ്? ലെനിനോടും അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി, വീടിന് തൊട്ടടുത്ത് നടക്കുന്ന പരിപാടി, വേറെയും പരിപാടികൾ ഉണ്ടായിരുന്നു. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. ജി സുധാകരനെ വിളിച്ചില്ല. അത് ഒരു അവഗണനയല്ലേ? മാത്രമല്ല, അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ അദ്ദേഹത്തിന്റെ അച്ഛനെ പോലും അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അതാരെയാണ് വിളിച്ചത്? അതിന് മറുപടി സജി ചെറിയാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ പോസ്റ്റുകൾ ഇടുന്നത് വലിയ അത്ഭുതമായിട്ടൊന്നും കാണണ്ട. നമുക്കിപ്പോൾ ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, വലതുപക്ഷത്തിന്റെ ആണെങ്കിലും പോസ്റ്റുകൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തപ്പോൾ കണ്ടതാണ്. VD സതീഷിനെതിരെ, PT തോമസിന്റെ വൈഫ് ഉമാ തോമസിനെതിരെ, അതുപോലെ KC വേണുഗോപാലിന്റെ ഭാര്യക്കെതിരെ ഒക്കെ ഡോക്ടർ ജയരാജ്, അതിൽ പാർട്ടിയിലെ പ്രാദേശികമായ നേതാവിനെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരാണ് പോസ്റ്റ് ഇട്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നേ. ആ പോസ്റ്റ് ഇട്ട ആൾക്ക് എന്താണ് കൊടുത്തത്? എന്തെങ്കിലും ശിക്ഷ കൊടുത്തോ? അല്ല, അത് പറയട്ടെ, എന്തെങ്കിലും താക്കീത് കൊടുത്തോ? അല്ല, ഇതാ ആരാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ നടപടി എടുത്തേനെ ഉറപ്പായിട്ടും. ആരാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇല്ല, ഞാൻ കേട്ടില്ല, എനിക്കറിയില്ല ആരാണ് എന്നുള്ളത്. അതിനകത്ത് എനിക്ക് ഞാനത് വിട്ടുപോയതാണ്. പറയുന്നു. ആ നേതാവിന് വലിയ അംഗീകാരം കൊടുത്തെന്നും പറയുന്നു, പ്രാദേശിക നേതാവിന്. പ്രാദേശിക നേതാക്കള് ഇപ്പം ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഒരേ നിലവാരത്തിലുള്ളവരായിരിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ പ്രാദേശിക നേതാവ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മെമ്പർ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, എല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണെങ്കിലും എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരാണെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെ ഒരു കുഞ്ഞു നേതാവ് ജി സുധാകരനെ പോലെ വളരെ കരുതുന്ന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള, നല്ല മന്ത്രിയായിട്ട് പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തിനെതിരെ മറുപടി അത് നെഗ്ലക്ട് ചെയ്യുക. നമ്മൾക്കൊക്കെ എതിരെ ആരെല്ലാം എന്തെല്ലാം കമന്റുകളാണ് ഇടുന്നത് ഇപ്പം ഫേസ്ബുക്കിനകത്ത്. അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിൽക്കുകയാണോ? അല്ലെ അതിനൊക്കെ നമ്മൾ കെറിവ് കാണിച്ച് മൊത്തം പാർട്ടിയുടെ നിന്ന് പുറത്തു പോകുന്ന ഒരു രീതിയിൽ ഞാൻ അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. ഞാൻ എന്നിട്ട് പറയാണ്, അവിടെ ലെനിൻ അവസാന കാലം വരെ നിന്നില്ലേ, മാവോ അവസാന കാലം നിന്നില്ലേ? അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇത് അറിഞ്ഞുകൂടാത്ത ആളാണോ? അവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയാണോ നിലനിൽക്കുന്ന വിദേശങ്ങളിലൊക്കെ? ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയിലുണ്ടായ, ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലിച്ചുണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഇതിന് ഇവിടുത്തെ ചട്ടക്കൂടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, പാർട്ടി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഇതുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇവിടത്തെ ചില നേതാക്കളെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടൻ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നു. ഞാൻ പറയുന്നത്, ഇതിനകത്തുള്ള 75 വയസ്സിന് ശേഷം ഉള്ള ഒരു നേതാവ് മത്സരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത്, അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ സഹ പിണറായി വിജയനാണ്. പിണറായി വിജയന് പ്രത്യേക ഇളവ് കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തോമസ് ഐസക്കിന് എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇളവ് കൊടുത്തത്? തോമസ് ഐസക്കിന്റെ നടപ്പിലാക്കിയ കിഫ്ബി പോലുള്ള പദ്ധതികൾ, ജനകീയാസൂത്രണ പദ്ധതികൾ, അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ
മുതൽക്കൂട്ടുകൾ പാർട്ടിക്ക് എന്നും ആവശ്യമാണെന്നുള്ളതും അദ്ദേഹത്തിന് നിരന്തരം ഉപയോഗിക്കണമെന്ന് ആവശ്യമുണ്ടെന്നതും കൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടി വീണ്ടും ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഓരോ ഘടകങ്ങളിലും എടുക്കുന്ന നിരന്തരമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ വന്ന ഇത് ഏത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരാൾ പറയുക, പൊതുജനത്തിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടനയാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകളും എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി. മെമ്പർഷിപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാടാടെയാണ് ഒരാൾ പറയുന്നത്. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? അല്ല, അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, പല നേതാക്കന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് കുട്ടനാട്ടാണെങ്കിൽ ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞത് മെമ്പർഷിപ്പ് ഇന്ന് ഒഴിവാകുന്നതിന് മുമ്പിലെ തന്നെയാണ്. അത് മനസ്സിലാക്കുക സ്മൃതി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടുന്നത്. ശിവദാസ മേനോൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, വാഴകൃഷിക്കാരന്റെ മനോഭാവം എന്ന് പറയും. വലിയ കൊല വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കന്നുകളെ ചവിട്ടി ഒടിച്ച് കളയുക. അപ്പൊ സുധാകരനെ പോലുള്ളൊരു നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സുധാകരൻ എങ്ങനെയാണ് വളർന്നു വന്നത്? സുധാകരന് മുമ്പ് അവിടെ നേതാക്കന്മാരില്ലായിരുന്നോ? സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൻ എന്ന് പറയുന്നു. ആ പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടി റോജി എം ജോണിന് പോലും അഭിപ്രായമില്ല പുതിയ ചെറുപ്പക്കാർ വരണമെന്ന്. അദ്ദേഹം അങ്ങനെ ഒരു ചെറുപ്പക്കാരനല്ലേ അദ്ദേഹം വന്നത്? കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രം നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് MLA ആവാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഓരോ ചെറുപ്പക്കാരനും ഓരോ DYFIക്കാരനും ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരണ്ടേ? പാർട്ടി ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവരണ്ടേ? ആഗ്രഹിക്കാൻ പാടില്ല, പാർട്ടി ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവരണ്ടേ? അത്തരത്തിൽ മുതിർന്ന ആളുകൾ ഒഴിവാകുന്നതാണ് നല്ലതെന്നൊരു നല്ല തീരുമാനമല്ലേ? അത് എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നല്ലേ? CPI അത് അംഗീകരിച്ചില്ലേ 2 ടേമിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന്? ചില എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ് തന്നെയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളും പാർട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും എക്സെപ്ഷൻസ് കൊടുക്കാൻ പറ്റുമോ? അതിന് ഓരോ മെറിറ്റ് ഉണ്ട്. പാർട്ടി കാണുന്ന ഓരോ മെറിറ്റ് അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പാർട്ടി കാണുന്ന മെറിറ്റ് എന്ത് എന്നുള്ളതാണ് ജി സുധാകരന്റെ ചോദ്യം. എനിക്കെന്താണ് കുറവെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു നല്ല മന്ത്രിയായിരുന്നു അല്ലെ? അദ്ദേഹം ഒരു നല്ല മന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല. അഴിമതിയുടെ കറ പുരളാത്ത നേതാക്കളിൽ ഒരാളാണ്. നല്ല മന്ത്രിയായിരുന്നു. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായ പാലങ്ങൾ, റോഡുകൾ, ഇതൊക്കെ തന്നെയും ആലപ്പുഴയ്ക്കും അഭിമാനമായ കാര്യമാണ്. ഇതൊക്കെ ആലപ്പുഴയിലെ ജനതയ്ക്കും അറിയാമെന്നേ. ഇതൊക്കെ അമ്പലപ്പുഴയിൽ പ്രതിഫലിക്കും. ഈ സുധാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സുധാകരൻ മന്ത്രിയായിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഇലക്ഷനിലോ ആരും അഴിമതിയുടെ കറ പുരളാത്ത മന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ല. സുധാകരൻ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ഒതുക്കിയതിനു ശേഷം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് സ്വന്തം സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരുന്നത് വരെ ഇതൊന്നും ആരും പറഞ്ഞിരുന്നില്ല. ഈ മുമ്പ് ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കേസ് തന്നെ എടുക്കുക. ആദ്യത്തെ പിണറായി ഗവൺമെന്റ് ഇരിക്കുന്ന ആ ഇലക്ഷന് മത്സരിക്കുന്ന ആദ്യത്തെ ഇലക്ഷന് ആരും പറഞ്ഞിരുന്നില്ല അതിലെ മന്ത്രിമാരെല്ലാം നല്ലതാണ്, ശൈലജ ടീച്ചർ നല്ലതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ആ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ആ ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പം നല്ലതാണെന്ന് പറയില്ല. അത് കഴിഞ്ഞ് ഇവർ പോയതിനു ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും ഇവരൊക്കെ നല്ലതായിരുന്നു, അത്രയും വരുന്നില്ല, കമ്പാരിസൺ നടത്തും. അതുകൊണ്ടാണ് നമ്മൾ 10 വർഷത്തിന് മുമ്പുള്ള കമ്പാരിസൺ ഇപ്പോൾ എടുത്ത് പറയുന്നത്. 10 വർഷത്തിന് മുമ്പിലുള്ള കമ്പാരിസൺ എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയാണ്? VS നല്ലതായിരുന്നു, EK നയനാർ നല്ലതായിരുന്നു. ഇവരാരും ജീവിച്ചിരുന്നവരൊന്നും നല്ല അഭിപ്രായം കേട്ടവരല്ല. ഒരു മാധ്യമങ്ങൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞവരല്ല. അവരെല്ലാം അവരുടെ കാലഘട്ടം കഴിഞ്ഞ് പോയതിനു ശേഷം ഇവരെല്ലാം നല്ല നേതാക്കന്മാരാകും. EMS ജീവിച്ചിരുന്നപ്പോൾ EMSനെ കുറിച്ച് എന്തെല്ലാം വൃത്തികെട്ട മുദ്രാവാക്യങ്ങളാണ് കോൺഗ്രസ്സുകാർ വിളിച്ചിട്ടുള്ളത്. AKG മരിക്കാൻ കിടന്നപ്പോൾ എന്തെല്ലാം മുദ്രാവാക്യങ്ങളാണ്. ഇപ്പോൾ AKG EMS ഒക്കെ ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ കൂടുതൽ ലെഫ്റ്റ് ഓറിയന്റഡ് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു വലത് പാർട്ടി എങ്ങനെയാണ് അർത്ഥം പോലും അറിയാത്ത വിമർശിക്കുന്നത്? അന്നത്തെ CPM അല്ല ഇന്നത്തെ CPM എന്നാണ് കോൺഗ്രസ്. അതങ്ങനെ ശരിയാവും. അന്നത്തെ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവുമല്ലോ. മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റമല്ലാതെ ഉണ്ടാകത്തുള്ളൂ. മാറിയേ പറ്റൂ. കാര്യം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാറ്റം വരും. അല്ലാതെ ഇത് ഈ പറഞ്ഞ കണക്കോലെ അന്ന് മാർക്സും ലെനിനും എംഗൽസും ഒക്കെ ഉണ്ടാക്കിയ പാർട്ടി അതേ രീതിയിൽ തന്നെയാണോ എല്ലാ സ്ഥലങ്ങളിലും? ഓരോ സ്ഥലത്തും അത് നടപ്പിലാക്കുമ്പോൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വ്യക്തമായൊരു നയപരിപാടിയുണ്ട്. ആ നയപരിപാടി തന്നെ അനുസരിച്ച് തന്നെയാണ് അതിനകത്ത് ഭേദഗതികൾ വരുത്താറുണ്ട്, തിരുത്തലുകൾ വരുത്താറുണ്ട്. ആ തിരുത്തലുകൾക്കനുസരിച്ചാണ്
മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട്. അല്ലാതെ ശരി. അന്നത്തെ പാർട്ടി നല്ലതായിരുന്നു, ഇന്നത്തെ പാർട്ടി മോശമാണ്, അല്ല, ഇന്നത്തെ പാർട്ടിക്ക് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ ഡോക്ടർ ജയരാജ്. പറയുന്നത് പോലെ. ശരി, ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.